1 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്കൊരു ഇൻസ്പെക്റ്റഡ് വെഹിക്കിൾ വേണം, 1 ലക്ഷം രൂപയ്ക്ക് ഒരു ഇൻസ്പെക്റ്റഡ് യൂസ്ഡ് കാർ വേണമെങ്കിൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു വാഹനം. അങ്ങനെയുള്ള ഒരുപാട് വാഹനങ്ങളുടെ ഒരു അടിപൊളി കളക്ഷനുമായിട്ട് നമ്മളിന്ന് വീഡിയോ ചെയ്ത് ഹ്യുണ്ടായി പ്രോമിസിലാണ്. KVR ഹ്യുണ്ടായി പ്രോമിസ്, കോഴിക്കോട് എരഞ്ഞിപ്പാലം ലൊക്കേഷൻ വരുന്ന KVR ഹ്യുണ്ടായി പ്രോമിസ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ നമുക്ക് സ്വാഗതം ചെയ്യാം. ബിനീഷ് ബ്രോ, സ്വാഗതം. ഷോറൂം മാനേജറാണ്. സുഖമല്ലേ? സുഖം. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ഹ്യുണ്ടായി പ്രോമിസ് പറയുന്നത്? നമ്മുടെ കുറേ പ്രേക്ഷകർക്ക് അറിയാം, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി എന്താണ് ഹ്യുണ്ടായി പ്രോമിസ്? നിങ്ങളുടെ വാറണ്ടിയുടെ സ്കീം എങ്ങനെയാണ്? എത്ര ഇൻസ്പെക്ഷൻ റെക്കോർഡുകളിലൂടെ നിങ്ങൾ കടന്നു വരുന്ന ഓരോ വണ്ടികളും, അങ്ങനത്തെ കുറേ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു. കറക്റ്റ്. ഹ്യുണ്ടായി പ്രോമിസ് എന്ന് പറയുന്നത് ഹ്യുണ്ടായുടെ യൂസ്ഡ് കാർ ഡിവിഷനാണ് ഹ്യുണ്ടായി പ്രോമിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വരുന്ന വണ്ടികളെല്ലാം, ഇവിടെ എക്സ്ചേഞ്ച് ആയിട്ട് വരുന്ന വണ്ടികൾ, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന വണ്ടികളെല്ലാം നമ്മൾ 147 പോയിന്റ്സ് ചെക്ക് ചെയ്തിട്ടാണ് വണ്ടി നമ്മൾ പർച്ചേസ് ചെയ്യുക. അതിൽ തന്നെ നമ്മൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ഹ്യുണ്ടായി വണ്ടികൾക്ക് അത് 5 ക്രൈറ്റീരിയ വെച്ചാണ് നമ്മൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഹ്യുണ്ടായി വണ്ടികളായിരിക്കണം, അപ് ടു 10 ഇയേഴ്സ് ഏജുള്ള വണ്ടികളായിരിക്കണം, അതിനകത്തുള്ള വണ്ടികളായിരിക്കണം, 1 lakh കിലോമീറ്ററിന് താഴെയുള്ള വണ്ടികൾ, സ്ട്രക്ചറൽ ഡാമേജുകൾ സംഭവിക്കാത്ത വണ്ടികൾ, ഈ വണ്ടികൾക്കൊക്കെ നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്, പ്രൊവൈഡ് അപ് ടു 10 ഇയേഴ്സ് ഉള്ള വണ്ടികൾക്ക്. അതിൽ തന്നെ 2 കാറ്റഗറി ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ് ടു 7 ഇയേഴ്സുള്ള വണ്ടികൾക്ക് നമ്മൾ 1 ഇയർ വാറണ്ടി, 2 ഫ്രീ സർവീസ് കൊടുക്കും. 7+3 വരുന്ന വണ്ടികൾക്ക് നമ്മൾ 6 മാസം പവർ ട്രെയിൻ വാറണ്ടി എന്ന് പറയും, എഞ്ചിനും ട്രാൻസ്മിഷനും നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതിൽ ഒരു ഫ്രീ സർവീസ്, 6 മാസത്തിൽ ഒരു ഫ്രീ സർവീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. 7 വർഷത്തിനകത്ത് വരുന്ന വണ്ടിയാണെങ്കിൽ 2 ഫ്രീ സർവീസ് നിങ്ങൾക്ക് കിട്ടും, 1 ഇയർ വാറണ്ടി. 10 വർഷത്തിൻ്റെ അകത്തായിട്ട് 7 മുകളിലേക്ക് വരുന്ന വണ്ടിയാണെങ്കിൽ, 10 വർഷത്തിൻ്റെ ഉള്ളിലുള്ള വണ്ടിയാണെങ്കിൽ 6 മാസം വാറണ്ടിയും അതേപോലെ തന്നെ 1 വർഷം ഒരു ഫ്രീ സർവീസും കിട്ടുന്നുണ്ട്. അപ്പോൾ വേറെ ഒന്നും നോക്കാനില്ലല്ലേ? ബാക്കി കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഇത് കോഴിക്കോട് എരഞ്ഞിപ്പാലം ബൈപ്പാസ് നിന്ന്, എരഞ്ഞിപ്പാലത്ത് നിന്ന് നടക്കാവിലേക്കുള്ള റോഡിൽ തായാട്ട് ഭഗവതി ക്ഷേത്രത്തിന്റെ ബോർഡിന് നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് 100 മീറ്റർ ഉണ്ട്. എരഞ്ഞിപ്പാലം ജംഗ്ഷനിൽ നിന്ന് നടക്കാവ് റോഡിൽ 100 മീറ്റർ വന്നു കഴിഞ്ഞാൽ ഇടതുഭാഗത്താണ്. ഓക്കെ, അതാണ് കറക്റ്റ് ലൊക്കേഷൻ. ബാക്കി കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോയിൽ ഇതാ റൈറ്റ് ടോപ്പ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. മറന്നുകൊണ്ട് ആ 2 നമ്പറിലേക്കും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ ബാക്കിയുള്ള വാഹനങ്ങൾ, അതായത് നോൺ ഹ്യുണ്ടായി വാഹനങ്ങളായാലും എല്ലാം ഇൻസ്പെക്റ്റഡ് വെഹിക്കിളാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള വാഹനങ്ങളാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് വീഡിയോയിൽ കാണാം. സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കുക. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള എല്ലാ വാഹനങ്ങളും, ഈ അടക്കമുള്ള വാഹനങ്ങൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. അതേപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ലൈക്ക്, ഷെയർസ് ഒക്കെ വരട്ടെ. ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം അല്ലേ? ഓക്കെ. ആദ്യം നമുക്ക് ഹ്യുണ്ടായുടെ ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് വാഹനത്തിൽ തുടങ്ങാം. ഹ്യുണ്ടായി i20 ആണ്. എലൈറ്റ് i20. അതെ, എലൈറ്റ് ഷേപ്പാണ് വരുന്നത്. ഇതിൽ ഏറ്റവും ടോപ്പ് എന്നാന്ന് തോന്നുന്നു, കാരണം ആസ്റ്റ ഓപ്ഷനിലാണ്. അതിന്റെ പ്രൊജക്ട് ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2019 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പാണ്. 52,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇൻഷുറൻസ് നെക്സ്റ്റ് ഇയർ വരെ വാലിഡിറ്റി ഉള്ള വണ്ടിയാണ്. ഇത് നമ്മുടെ 1 ഇയർ കാറ്റഗറി, അതായത് 1 ഇയർ വാറണ്ടി കാറ്റഗറി വരുന്ന വണ്ടികളാണ്. 2 ഫ്രീ സർവീസ് വരുന്നത്. 2 ഫ്രീ സർവീസും വരുന്നുണ്ട്. 10,000 കൂടുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ സർവീസ് ചെയ്തിട്ട് പോകാം. ഇപ്പോൾ എടുത്തതിന് 10,000 കിലോമീറ്റർ കഴിഞ്ഞാൽ ഒന്ന്, പിന്നെ അടുത്ത 10,000 കഴിഞ്ഞാൽ ഒന്നും കൂടി ചെയ്തിട്ട് പോകാൻ പറ്റും. അണ്ടർ വാറണ്ടി ഉള്ള വാഹനമാണ് ഹ്യുണ്ടായുടെ. അപ്പോൾ അത്രയും ചെക്ക് പോയിന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയൊരു സെഗ്മെൻറ്റ് വാഹനമാണ്. അപ്പോൾ അത്രയും ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വാറണ്ടിയിൽ ലഭിക്കുന്ന വാഹനമാണ്. 2 ഫ്രീ സർവീസും കിട്ടുന്നുണ്ട്. പോരാതെ തന്നെ 6 എയർ ബാഗ് കാര്യങ്ങൾ, സേഫ്റ്റി വൈസും ഒന്നും നോക്കാനില്ല. അങ്ങനത്തെ ഒരു i20 ആണ്. മൈലേജ് പ്രീമിയം ഹാച്ച് ബാക്ക് ആയതുകൊണ്ട് തന്നെ പെട്രോളല്ലേ വരുന്നത്. പെട്രോൾ ആയതുകൊണ്ട് തന്നെ ഒരു 11 to 14, 13 കിലോമീറ്റർ ആണ് നോർമലി കിട്ടുക. ഹൈവേയിൽ പോകുന്ന സമയത്ത് 15-16 കിലോമീറ്റർ വരെ. 15 സിറ്റിയിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. 12 കിലോമീറ്റർ ഒക്കെയാണ് മൈലേജ് ആവറേജ് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ ഹൈവേയിൽ നോക്കി ഓടിച്ചാൽ എല്ലാ വാഹനം, ഏത് നിങ്ങൾ പെട്രോളിൻ്റെ ഓടിച്ചാലും നോക്കി ഓടിച്ചില്ലെങ്കിൽ മൈലേജ് അത്രയേ ഉള്ളൂ. അതൊരു കോമൺ ഇതാണ്. അപ്പോൾ ബാക്കി നമുക്ക് ഈ വാറണ്ടി നമുക്ക് എവിടെയാണ് ക്ലെയിം ചെയ്യാൻ പറ്റുക? നിങ്ങളുടെ വാറണ്ടി വരുന്നത്, നമ്മൾ ഈ വണ്ടികൾക്ക് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ഹ്യുണ്ടായി ആണ്. നമ്മൾ ഹ്യുണ്ടായി പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എന്താ വെച്ചാൽ പ്രോപ്പറായിട്ട് റീഫർബിഷ്മെന്റ് ചെയ്തിട്ടാണ് നമ്മൾ വണ്ടി കസ്റ്റമർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ഇത് ഓൾറെഡി റീഫർബിഷ്മെന്റ് കഴിഞ്ഞാണ്. നമ്മളത് എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വണ്ടി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഐഡൻറ്റിഫൈ എന്തൊക്കെയാണ് അതിനുള്ള വർക്ക് എന്നുള്ളതൊക്കെ നോക്കി വെച്ചതിന് ശേഷം മാത്രമാണ്, അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ റീഫർബിഷ്. ഇപ്പോൾ ഒരു 52,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണെങ്കിൽ ഇതിന് 50,000 ചെയ്യേണ്ട എന്തൊക്കെയാണോ സർവീസ് അത് നമ്മൾ ചെയ്യും. കസ്റ്റമർ ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും 2,000 കിലോമീറ്റർ കഴിഞ്ഞല്ല, വീണ്ടും നമ്മളത് സർവീസ് ചെയ്തിട്ട് അതൊരു എന്താ പറയുക പ്രോപ്പർ കണ്ടീഷൻ ആക്കിയിട്ടാണ് നമ്മൾ കസ്റ്റമർക്ക്. ഇതിന് പാർട്സ് ഒക്കെ നിങ്ങൾ പാർട്സ് എല്ലാം നമ്മൾ ഹ്യുണ്ടായുടെ നമ്മുടെ സർവീസ് സെൻ്റർ അല്ലേ, നമ്മുടെ സർവീസ് സെൻ്ററിൽ തന്നെ ജെന്യൂൻ ആയിട്ടുള്ള സ്പെയർ ഉപയോഗിച്ചാണ് നമ്മൾ റീഫർബിഷ്മെന്റ് ചെയ്യുന്നത്. കാരണം ഹ്യുണ്ടായി ആണ് ഇതിന് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഹ്യുണ്ടായിക്ക്
പാൻ ഇന്ത്യ ആപ്ലിക്കബിൾ ആണ്. ഏത് സർവീസ് സെന്ററിൽ പോയി കഴിഞ്ഞാലും ഇതുപോലെ ഹ്യുണ്ടായി സർട്ടിഫൈഡ് പ്രീ ഓൺ പ്രോഗ്രാമിൽ തെറ്റ വണ്ടിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ അതെടുത്തിട്ട് അതിൽ പ്രോപ്പറായിട്ടുള്ള വാറണ്ടി ആവശ്യമുണ്ടെങ്കിൽ വാറണ്ടി, ഇവൻ സർവീസ് ആണെങ്കിലും അതായത് ഫസ്റ്റ് ഫ്രീ സർവീസ്, സെക്കൻഡ് ഫ്രീ സർവീസ് ഒക്കെ അവർ ചെയ്തു. ഓക്കെ, വാറണ്ടി എന്ന് പറയുന്നത് എന്തെങ്കിലും പണി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു 5 പൈസ ഇറങ്ങില്ല. അതാണ് ഏറ്റവും വലിയ ഗുണം. ഓക്കെ, അത്രയേ ഉള്ളൂ. ബാക്കി ഡീറ്റെയിൽ അടുത്ത വാഹനത്തിലേക്ക് പോകും അല്ലേ? ഓക്കെ, അടുത്തത് ക്രെറ്റ, ഒരു SUV സെഗ്മെന്റിലേക്ക് വന്നിരിക്കുകയാണ്. ഹ്യുണ്ടായി ക്രെറ്റ എങ്ങനെ ഡീറ്റെയിൽ ഇത് 2016 മോഡല് E+ എന്നുള്ള വേരിയന്റ് ആണ്. E+. ഓക്കെ, 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 1.4 വരുന്നത് 1.6 ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് കിടക്കാണല്ലേ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഇത്. നമ്മൾ പറഞ്ഞ നേരത്തെ രണ്ടാമത്തെ വാറണ്ടി പ്രോഗ്രാം പറഞ്ഞില്ലേ, 6 മാസം വാറണ്ടി, ആ കാറ്റഗറി വരുന്ന വണ്ടിയാണ്. ഓക്കെ, ഇതും പ്രോപ്പർലി റീഫർബിഷ്ഡ് ആയിട്ടുള്ള വണ്ടിയാണ്. ഇപ്പോൾ കസ്റ്റമർ അഡീഷണൽ ആയിട്ട് നമുക്ക് ഇതിനകത്ത് അലോയ് വീൽ ചെയ്തിട്ടുണ്ട്. അതെ, ടച്ച് സ്ക്രീനും ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഷേപ്പും വ്യത്യാസമായിട്ട് 2016 മോഡൽ 18 ഷേപ്പ് ബമ്പർ മാറിയിട്ട് 2018 ഷേപ്പാക്കി മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു SUV എത്രക്ക് കൊടുക്കാൻ പറ്റും? നമ്മൾ 7,4 നമ്മൾ ഇതിന് ചോദിക്കുന്നത്. 7,25,000 രൂപ അണ്ടർ വാറണ്ടി വരുന്ന വാഹനമാണ്. ക്രെറ്റയുടെ ഒരു ആവറേജ് മൈലേജ് എത്ര പറയാൻ പറ്റും നമുക്ക്? ആവറേജ് I20 പറയുമ്പോൾ ഒരു 12 കിലോമീറ്റർ ആ റേഞ്ചിൽ തന്നെ. പെട്രോൾ വണ്ടി എന്തായാലും 12-13 കിലോമീറ്റർ ആയിട്ടോ. ലോങ്ങിലാവുമ്പോൾ 15 ഒക്കെ പറയുന്നവരുണ്ട്. പക്ഷെ എന്നാലും ഒരു നമുക്കൊരു പറയാവുന്നത് 12-13 കിലോമീറ്റർ. ഇതിലൊക്കെ കുറച്ച് വെയിറ്റ് ഉള്ള വണ്ടിയാണ്. ആ ഒരു സെഗ്മെന്റ് വരിക 14 കിട്ടുന്നവരുണ്ട്. എന്നാലും നമ്മൾ ഏറ്റവും കുറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. 1 ലക്ഷത്തിൻ്റെ വണ്ടിയൊക്കെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്യുക. അടുത്ത ഹ്യുണ്ടായി നിയോസ് ആണ് അല്ലേ? ഗ്രാൻഡ് ഐറ്റൻ നിയോസ്. ഗ്രാൻഡ് ഐറ്റന് ശേഷം വന്ന വാഹനമാണ്. എങ്ങനെ ഡീറ്റെയിൽ മോഡൽ? ഇത് ഗ്രാൻഡ് ഐറ്റൻ നിയോസ് സ്പോർട്സ് എന്നുള്ള വേരിയന്റ് ആണ്. മാനുവൽ ഡ്രൈവ് ആണ്. 38,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. മോഡൽ 2021 മോഡൽ. 21 സ്പോർട്സ് 38,000 കിലോമീറ്റർ ഓടിയ വാഹനമാണ്. സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ടോപ്പ് എൻ്റെ തൊട്ട് താഴെ വരുന്നത്. ആസ്റ്റയാണ് ഫുൾ ഓപ്ഷൻ വരുന്നത്. തൊട്ട് താഴെ വരുന്ന വണ്ടി. ഇത് അലോയ്സ് തന്നെയല്ല? ഇതിൽ അലോയ്സ് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഇതിന്റെ മെയിൻ ഗ്ലാസും ഇതും റീപ്ലേസ് ചെയ്താണ്. ബോണറ്റും മെയിൻ ഗ്ലാസും റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും നിങ്ങൾ ഇത് കൊടുക്കുന്നുണ്ടല്ലേ വാറണ്ടി? ഔട്ടർ പാർട്സ് മാത്രമേ ഉള്ളൂ അതിന് വാറണ്ടിയിൽ വരുന്നത്. സ്ട്രക്ചറൽ ഡാമേജിലൊന്നും വരുന്നില്ല. മെയിൻ അങ്ങനത്തെ ഡാമേജ് വരുമ്പോഴാണ് വാറണ്ടിയിൽ നിന്ന് കവറൊന്ന് ഒഴിവാവുക. അപ്പോൾ ഇങ്ങനത്തെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല അല്ലേ? ഇതിന് ഇൻഷുറൻസ് അടുത്ത വർഷം 4 മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് നിലവിൽ. ഓക്കെ, പ്രൈസിങ് കൂടെ പറഞ്ഞോളൂ. ഇതിന് പ്രൈസ് നമ്മൾ 5,75,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. 2021 സ്പോർട്സ് 38,000 കിലോമീറ്റർ ഓടിയ i10 നിയോസ് ആണ്. 5,75,000 ചോദ്യം. ഇതിലെന്ന് വെച്ചാൽ ഈ പറയുന്ന പ്രൈസ് ഒന്നും ഫൈനലല്ല, എല്ലാം നെഗോഷ്യബിൾ അല്ലേ? നമുക്ക് വന്നിട്ട് നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ ചെയ്തു തരുന്ന രീതിയിലുള്ള. പിന്നെ ഇത് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റ് ആണ്. 15 കിലോമീറ്റർ എന്തായാലും കിട്ടും. ഓട്ടോമാറ്റിക്കിന് 15 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. അപ്പം മാനുവൽ എന്തായാലും 16. എല്ലാവരും നമ്മുടെ കസ്റ്റമർ പറയുന്ന മൈലേജ് ഏകദേശം 15 to 16 ആണ് എല്ലാവരും പറയുന്നത്. അത്രയുണ്ട്. ഓക്കെ, നമ്മളൊരു മാനുവൽ നിയോസ് കണ്ടു. ഇനി ഒരു ഓട്ടോമാറ്റിക് ആണ് അടുത്ത വാഹനം. ഇതെങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2022 മോഡല് സ്പോർട്സ് AMT എന്നുള്ള വേരിയന്റ് ആണ് വരുന്നത്. AMT ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഓട്ടോമാറ്റിക്. അതെ, എന്താ പറയുക, മൈലേജ് വലിയ ഷോട്ട് ഉണ്ടാവില്ല. AT പോലത്തെ അത്ര ഷോട്ടൊന്നും വരില്ല. ഒരു മാനുവൽ ഓടിക്കുന്ന അതേ മൈലേജ് തന്നെ ഏകദേശം കിട്ടാൻ ചാൻസ് ഉള്ള ഒരു 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 15,000 കിലോമീറ്റർ മാത്രം ഓടി. ഓക്കെ, 2 വർഷം കൊണ്ട്. വാറണ്ടി ഇതിനുണ്ടോ? ഓൾറെഡി എക്സ്റ്റൻഡ് വാറണ്ടി ഉണ്ട്. ബേസിക് വാറണ്ടി അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാം. എത്ര വരെ ഉണ്ട്? 2026 വരെ എക്സ്റ്റെൻഡ് ചെയ്തു. 26 വരെ എക്സ്റ്റെൻഡ് ചെയ്തേക്കാണ്. അപ്പോൾ ഇതിലും വേറെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പ്രോപ്പർ കമ്പനി സർവീസ് എടുത്ത് കഴിക്കേണ്ട കാര്യമില്ല. അങ്ങനെ എന്തെങ്കിലും പുറത്തുനിന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പനി വാറണ്ടി കട്ടാവും. സർട്ടിഫിക്കേഷൻ സ്ട്രക്ചറൽ ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. ഇതേത് ഓപ്ഷൻ വരുന്നത്? 2022 നിയോസ് സ്പോർട്സ് AMT. സ്പോർട്സ് തന്നെയാണ് അല്ലേ? സെയിം മാനുവൽ ആയിട്ടുള്ള വ്യത്യാസം വെച്ചാൽ പ്രൊജക്ടഡ് ഹെഡ്ലൈറ്റ് ഇതിൽ വരും വ്യത്യാസങ്ങളുണ്ടാവും. ഓക്കെ, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ എത്രയാണ് പ്രൈസിങ്? ഇതിന് 6,95 വരും. 6,95,000 രൂപയ്ക്ക് ഓട്ടോമാറ്റിക് 2022 സ്പോർട്സ് ഓപ്ഷൻ നിയോസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇതിൽ 6 എയർ ബാഗ് വരുന്നുണ്ട് അല്ലേ? ഇല്ല, ഡ്യുവൽ. ഇതിന്റെ അടുത്ത വർഷനിലാണല്ലേ 6 എയർ ബാഗ്. ഇപ്പോഴത്തെ എല്ലാത്തിലും സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. 6 എയർ ബാഗ് ആയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് ഉണ്ടായി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാ വണ്ടിക്കും. സേഫ്റ്റിക്ക് നമ്മൾ കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കും. ഇനി ഞാൻ ലോൺ എടുത്ത് ചോദിച്ചിട്ടില്ല, അപ്പോൾ കോമൺ ആയിട്ട് ചോദിക്കുകയാണ്, ലോൺ എത്ര വരെ കിട്ടാൻ? ലോൺ നമ്മുടെ ഇയർ കൂടി. അപ്പോൾ ഇത് ഈ വണ്ടിക്കാണെങ്കിൽ നമുക്ക് നാഷണലൈസ്ഡ് ബാങ്ക്, ഇപ്പം SBI, ഫെഡറൽ ബാങ്ക് എല്ലാത്തിനും നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഈവൻ എല്ലാവരും NBFC SBI എന്നൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ ട്രാക്ക് കൂടെ ഓക്കെ ആവണേ, അല്ലാണ്ട് കിട്ടും. കസ്റ്റമറുടെ ITR ഫയൽ ചെയ്യുന്ന കസ്റ്റമർ ആണെങ്കിൽ, സിബിൽ സ്കോർ ഒക്കെ ആണെങ്കിൽ, ബാങ്കിങ് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ലോൺ കിട്ടും. അത് നമുക്ക് മാക്സിമം ഫണ്ട് ചെയ്യാനും പറ്റും. 0% ഡൗൺ പേയ്മെന്റിൽ 0% ഡൗൺ പേയ്മെന്റിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. ലോൺ നമുക്ക് മാക്സിമം സ്പീഡ് ആക്കിയിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്, ചെയ്യാൻ പറ്റില്ല. 1 to 3 ഡേയ്സിനകത്തായിട്ട് നമുക്ക്. നമ്മളിങ്ങനെ മാറി വരികയാണ്. അടുത്ത വെന്യൂവിലേക്ക് വന്നിരിക്കുകയാണ്.
ഹ്യുണ്ടായുടെ ഓൾമോസ്റ്റ് ഇങ്ങനത്തെ വണ്ടികൾ ഉണ്ടല്ലോ ഇവിടെ. ഓക്കെ, പറഞ്ഞോളൂ എങ്ങനെ ഡീറ്റെയിൽ. ഇത് 2022 മോഡൽ SX എന്നുള്ള വേരിയന്റ് ആണ്. 1.2 ഫുൾ ഓപ്ഷൻ വരുന്ന വണ്ടിയാണ്. 22 സിംഗിൾ ഓണർഷിപ്പ് ആണ്. 40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 22 കമ്പനി എക്സ്റ്റൻഡ് വാറണ്ടി നിലവിലുണ്ടോ വണ്ടിക്ക്? വണ്ടിക്ക് എക്സ്റ്റൻഡ് വാറണ്ടി ഉണ്ട്. എത്ര വരുന്നുണ്ട്? 1 ഇയർ എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2026 വരെ വാറണ്ടി ഉണ്ട്. ഓക്കെ, 26 വരെ കമ്പനി ഇപ്പോൾ വാറണ്ടി വരുന്ന വാഹനമാണ്. നമ്മൾ ഇവിടെ കൊടുക്കുന്ന വാറണ്ടി എടുക്കണമെന്നില്ല, അല്ലാണ്ട് തന്നെ വാറണ്ടി ഓൾറെഡി ബേസിക് വാറണ്ടി തന്നെ എക്സ്റ്റൻഡ് ഉണ്ട്. നമ്മുടെ ഹ്യുണ്ടായുടെ പ്രത്യേകത വെച്ചാൽ നമ്മൾ കിലോമീറ്റർ കുറവ് ഓടുന്ന ആളുകളാണെങ്കിൽ അപ് ടു 7 ഇയേഴ്സ് വരെ, അതായത് ബേസിക് വാറണ്ടി ഉള്ള കസ്റ്റമർ ആണെങ്കിൽ അപ് ടു 7 ഇയേഴ്സ് വരെ എക്സ്റ്റൻഡ് ഓപ്ഷൻ ഉണ്ട്. ഒരാളും പ്രൊവൈഡ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കിലോമീറ്റർ കുറഞ്ഞ് ഓടുന്ന ആളുകൾ എപ്പോഴും ചോദിക്കുന്നതാണ്, ഞങ്ങൾ കിലോമീറ്റർ കുറഞ്ഞ് ഓടുന്ന ആളുകൾക്ക് ഒരു ബെനിഫിറ്റും ഇല്ല, ആകെ 5 വർഷമല്ലേ എക്സ്റ്റൻഡ് വാറണ്ടി ഉള്ളൂ എന്ന് പറയും. അപ്പോൾ അവർക്ക് 7 ഇയേഴ്സ് വരെ, അത് പെട്രോൾ വണ്ടികൾക്ക് മാത്രമാണ്, ഡീസൽ വണ്ടികൾക്കില്ല, പെട്രോൾ വണ്ടികൾക്ക് 7 ഇയേഴ്സ് വരെ എക്സ്റ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഹ്യുണ്ടായി മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് ഞാനിപ്പോൾ ഇതിന് നമ്മൾ ചോദിക്കുന്നത് 10,25,000 രൂപയാണ്. 10,4 ലക്ഷം രൂപയ്ക്ക് 2022 SX ഹ്യുണ്ടായ് വെന്യൂ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇതിന്റെ മുകളിൽ SX പ്ലസ് അല്ല ഓപ്ഷൻ വരുന്നത്? ഇല്ല, ഇതിൽ 2 എഞ്ചിനാണ് വരുന്നത്. 1.2 ഫുൾ ഓപ്ഷനാണ് SX വരുന്നത്. ഒരു 1 ലിറ്റർ ടർബോയിലാണ് SX ഓപ്ഷൻ എന്ന് പറഞ്ഞ വണ്ടി വരുന്നത്. ഓപ്ഷൻ വരുന്നത് അല്ലേ? 2 എഞ്ചിൻ വരുന്നത് 1.2 ഫുൾ ഓപ്ഷൻ വേരിയന്റ് ആണ് വരുന്നത്. ഇതിൽ സൺറൂഫ് എല്ലാം വരുന്നുണ്ട്. ഓക്കെ, സെയിം മൈലേജ് തന്നെ ആയിരിക്കും ഏകദേശം കിട്ടുക. നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ കൂട്ടത്തിലെ മൈലേജ് കിങ് എന്ന് വിളിക്കാൻ പറ്റിയ ഒരു വാഹനമാണ് അടുത്തത്. i20 എലൈറ്റ് ഷേപ്പ് ഡീസൽ വാഹനമാണ് അല്ലേ? ആസ്റ്റ ഇത് ആസ്റ്റയാണ്. ആസ്റ്റ. ഓക്കെ, 2015 മോഡലാണ്. 90,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ വാഹനം. സോറി, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഡീസൽ വാഹനമാണ്. 2015 90,000 കിലോമീറ്റർ നമുക്ക് സർവീസ് ഹിസ്റ്ററി ഉണ്ടോ? അല്ലാണ്ട് ഇത് സെക്കൻഡ് കാറ്റഗറി, അത് 6 മാസം വാറണ്ടി കൊടുക്കുന്ന വാഹനമാണ് അല്ലേ? എഞ്ചിൻ ഗിയർ ബോക്സ് ട്രെയിൻ വാറണ്ടി എന്ന് പറയും. എഞ്ചിനും ട്രാൻസ്മിഷനും വാറണ്ടി കൊടുക്കുന്നത്. ട്രാൻസ്മിഷനും വാറണ്ടി കിട്ടുന്ന വാഹനമാണ്. ആസ്റ്റ അന്നത്തെ ടോപ്പ് ഉണ്ടല്ലോ, അന്നത്തെ ടോപ്പ് ആസ്റ്റ. അപ്പോൾ ഒന്നും പറയാനില്ല. ഡീസൽ മൈലേജ് ഒരു 18-20 റേഞ്ച് മൈലേജ് ഏവറേജ് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു വാഹനം. പ്രോപ്പറായിട്ട് സർവീസ് മെയിൻറ്റെയിൻ ചെയ്താൽ എത്ര കിലോമീറ്റർ വേണമെങ്കിൽ നമുക്ക് ഓടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ പ്രൈസിങ് ഇതിന് നമ്മൾ ചോദിക്കുന്നത് 5,25,000 രൂപയാണ്. 5,4 ലക്ഷം രൂപയ്ക്ക് അന്നത്തെ ഏറ്റവും ടോപ്പിൻ്റെ ഡീസൽ i20 നിങ്ങൾക്ക് കൊണ്ടുപോകും. വെറും 5,25,000 ചോദ്യമാണ്. ഇതും നെഗോഷ്യബിൾ ആണ് എല്ലാ പ്രൈസും. ഇതിന് ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? ഇതിന് 4,4 മുതൽ 4.5 വരെ നമുക്ക് ലോൺ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമറുടെ ഇതിനനുസരിച്ചാണ്. ഒരു 75 to 1 lakh കണ്ട ഇറക്കാൻ പറ്റും അല്ലേ? ഓക്കെ, വീണ്ടും വെന്യൂ വന്നിരിക്കുകയാണ്. എങ്ങനെ കാര്യങ്ങൾ? ഇത് 2021 മോഡലാണ്. S+ എന്നുള്ള വേരിയന്റ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പാണ്. 79,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. SX-ന്റെ താഴെയല്ല S+? 2022 മുന്നേ, അതായത് 19 to 21 വരെ വണ്ടികളുടെ 3 വേരിയന്റ് ഉണ്ടായിരുന്നത്. SC S+ എന്നുള്ള വേരിയന്റ് ആണ്. 1.2 എഞ്ചിൻ ഉണ്ടായിരുന്നത്. പിന്നെ 1 ലിറ്റർ ഉണ്ടായിരുന്നത്. അന്നത്തെ ഫുൾ ഓപ്ഷനാണ് ഈ വണ്ടി. ഓക്കെ, അന്നത്തെ ടോപ്പനാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. നമ്മൾ അല്ല 1 ലിറ്റർ അല്ല, ഇത് 1.2 എഞ്ചിൻ. 1.2 അന്ന ഫുൾ അല്ല? ഓക്കെ. ഇതിനും വാറണ്ടി കസ്റ്റമർ 2026 ഫെബ്രുവരി വരെ വാറണ്ടി അപ് ടു 1 lakh കിലോമീറ്റർ വരെ വാറണ്ടി വണ്ടിയാണ്. 1 ലക്ഷം കിലോമീറ്ററിൻ്റെ അകത്ത് വരെ അത്രയും ഓടിയാലും. ഇപ്പോൾ എത്ര കിലോമീറ്റർ ആയത്? 79. കറക്റ്റ് സർവീസ് ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. ഫുൾ ഹിസ്റ്ററി ഉണ്ട്. പ്രോപ്പറായിട്ട് എല്ലാം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന വാഹനമാണ്. 2021 മോഡൽ S+. എത്ര കൊടുക്കുക? ഇതിന് നമ്മൾ ചോദിക്കുന്നത് 7,65,000 രൂപയാണ്. 7,65. ഓക്കെ, മാക്സിമം എന്തായാലും ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും. അണ്ടർ വാറണ്ടി 26 വരെ നിൽക്കുന്ന വാഹനമാണ്. അപ്പോൾ ഇതും നമ്മളെന്താ പറയുക, ഒരു ന്യൂ കാർ എടുക്കുന്ന ധൈര്യത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന പ്രിയോണ്ട് കാസ് അല്ല. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ ഈ കസ്റ്റമർ നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്ചേഞ്ച് എടുക്കുന്ന 3ാമത്തെ വണ്ടിയാണ്. ഈ പഴയ കസ്റ്റമർ ഇത് ഞങ്ങൾ തന്നെ കൊടുത്തിട്ട് തിരിച്ചെടുത്താണ്. അയാൾ നമ്മുടെ അടുത്ത് ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിച്ചു, അത് കഴിഞ്ഞ് ഈ വണ്ടി മേടിച്ചു, ഇപ്പം ഞങ്ങളുടെ അടുത്ത് വേറൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിച്ചിട്ട് പോയി. വണ്ടി എടുത്താൽ 3ാമത്തെ വണ്ടി നമ്മുടെ അടുത്ത് എടുക്കുന്നത്. അത്രേ ഉള്ളൂ. അടുത്ത വണ്ടി അടുത്ത ഒരു SUV വരെ ടാറ്റ നെക്സോൺ EV ആണ്. ഇലക്ട്രിക് വെഹിക്കിൾ അല്ലേ? എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2023 മോഡലാണ്. ഓക്കെ, പ്രൈം എന്ന് പറയുന്ന വേരിയന്റ് ആണ്. XZ+ അല്ലേ? 42,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഏറ്റവും ടോപ്പിന്റെ വാഹനം 42,000. ഇതിന് നമ്മൾ പറയുന്നത് 300 കിലോമീറ്റർ റേഞ്ചിലാണ് പറയുന്നത്. ഇത് 300 കിലോമീറ്റർ റേഞ്ചിൽ വരുന്ന വണ്ടികളാണ്. നമ്മുടെ കസ്റ്റമറിന് 220-230 കിലോമീറ്റർ ആണ് ആവറേജ്. ഫുൾ ചാർജ് ഫുൾ ചാർജിൽ 220-230 കിലോമീറ്റർ വരെ കിട്ടിയിട്ടുണ്ട് യൂസ് ചെയ്ത കസ്റ്റമറിന്. അതാണ് പറഞ്ഞത്. 300 കമ്പനി അവകാശപ്പെടുന്നത് അല്ല? ഓക്കെ, വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. നീറ്റ് വണ്ടിയാണ്. ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്.
അപ്പോൾ ഒരു EV നമുക്ക് ചാർജ് ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റും. ഇത് ഫുൾ ചാർജ് ആവണം എത്ര ടൈം പറയുന്നത് കമ്പനി? ഇത് 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് 80% വരെ ചാർജ് ആവും. ചാർജ് 90%. നോർമലി നമ്മുടെ ഹോം സപ്ലൈയിലൊക്കെ ഒരു പ്രാവശ്യം ചെയ്തൊരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. പറയുന്നത് അല്ലേ? ഷോറൂം തന്നെ ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പവറിൽ പോയാൽ പെട്ടെന്ന് ആവാൻ ചാൻസ് അല്ലേ? ഓക്കെ, പ്രൈസിങ് എങ്ങനെയുണ്ട്? ഇതിന് 12.25 ലക്ഷം രൂപയാണ് വരുന്നത്. 12,25,000 എക്സെറ്റ് പ്ലസ് 2023 ഒരു വർഷമായിട്ട്. ഡാർക്ക് എഡിഷൻ ആണ് സംഭവം വരുന്നത്. ഡാർക്ക് എഡിഷൻ ആണ് 2023 മോഡൽ. ഒറ്റ വർഷം കമ്പനി വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടാവും. ടാറ്റയുടെ കമ്പനിയുടെ വാറണ്ടി കഴിഞ്ഞിട്ടില്ല. കമ്പനി വാറണ്ടി ഉണ്ട്. അതുപോലെ ബാറ്ററി വാറണ്ടി ഇനി 7 ഇയേഴ്സും കിട്ടുന്നുണ്ട്. അപ്പോൾ അത്രയും വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ്. ഇവരുടെ വാറണ്ടി ഇല്ല, പക്ഷേ കമ്പനി വാറണ്ടി നിലവിലുണ്ട് അല്ല? ഓക്കെ, ഒന്നും നോക്കണ്ട. അപ്പോൾ ഒരു ലോങ് ഡ്രൈവൊക്കെ നിങ്ങൾക്ക് അങ്ങനെ പോകുന്ന ഒരാളുകളാണെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു വാഹനമാണ്. ഇപ്പോൾ പലർക്കും ഡൗട്ട് എന്ന് വെച്ചാൽ EV ചാർജിങ് സ്റ്റേഷൻസ് ആണ്. നിങ്ങളുടെ ഈ ആപ്ലിക്കേഷനിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകുന്ന റൂട്ട് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് അവർ കാണിച്ചു തരും എവിടെയൊക്കെ കറക്റ്റ് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ അത്രയും ലാഭമാണ് അല്ലേ? അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് പോകും. അടുത്ത വാഹനമാണ് നമ്മുടെ ആ 1 ലക്ഷം രൂപയുടെ വാഹനം. സെൻ എസ്ലോ ആണ്. നീറ്റ് വണ്ടിയാണ് കേട്ടോ. നീറ്റ് വണ്ടി വെച്ചാൽ നമ്മൾ പല സ്ഥലങ്ങളിലും എസ്ലോ കാണാറുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു വൃത്തിക്കുറവ് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് ഓരോ വണ്ടികളിലും ആ വിലയ്ക്ക് കൊടുക്കുമ്പോൾ. ഇത് വണ്ടി നീറ്റാണ്. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2007 മോഡലാണ്. 2027 വരെ പേപ്പറുള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 33,000 കിലോമീറ്റർ ഓടിക്കുള്ളൂ. KL11 രജിസ്ട്രേഷൻ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്, കോഴിക്കോട് രജിസ്ട്രേഷൻ ഉണ്ടല്ലേ? സിംഗിൾ ഓണർഷിപ്പിൻ്റെ ഒരു വൃത്തി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇയറിൻ്റെ പഴക്കമെല്ലാം വെച്ചിട്ട് 2007 മോഡൽ 27 വരെ പേപ്പർ ലഭിക്കുന്ന വാഹനം. ഇത് LX വേരിയൻ്റ് ആണ്. AC മാത്രമുള്ള വേരിയൻ്റ് ആണ്. പവർ ഷെയറിംഗ് വരുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 1 lakh ആണ്. അപ്പോൾ അത് പ്രൈസ് കുറച്ച് കൂടുതലാണെങ്കിലും ഒരു ആഗ്രഹത്തിന് നല്ല വണ്ടി വേണമെന്ന് നമ്മൾ കുറേ ആൾ അന്വേഷിച്ച് വരുമല്ലോ, അവർക്ക് ഏറ്റവും നല്ലൊരു വണ്ടി ആയിരിക്കും. കാരണം മെക്കാനിക്കലി ഫിറ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. 1 lakh ചോദിക്കുന്നേ ഉള്ളൂ. 2027 വരെ പേപ്പറുള്ള LX സെൻ എസ്ലോ നിങ്ങൾ സ്വന്തമാക്കാം. 35,000 കിലോമീറ്റർ. അത്ര ജെനുവിറ്റി നമുക്ക് സിംഗിൾ യൂസ് പറയാൻ പറ്റൂല. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം. അപ്പോൾ ഒരു കാറ് വേണമെന്നുള്ളവർക്ക്, നല്ലൊരു അത്യാവശ്യം നല്ലൊരു കാറ്, വലിയ പണിയൊന്നും വരാത്ത നല്ലൊരു കാറ് വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാം അല്ലേ? ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത ഹ്യുണ്ടായുടെ ഒരു ചെറിയ വാഹനം. ഹ്യുണ്ടായി ഇയോൺ ആണ്. KL10 മലപ്പുറം രജിസ്ട്രേഷൻ അല്ലേ? എങ്ങനെയാണ് കാര്യം? 2012 മോഡലാണ്. 3ാമത്തെ ഓണർഷിപ്പാണ്. 77,000 കിലോമീറ്ററുടെ വണ്ടിയാണ്. ഓക്കെ, 77,000 3ാമത്തെ ഓണർഷിപ്പ്. ഏതോ ഓപ്ഷൻ വരുന്നത്? ഇത് ഇറ പ്ലസ് AC പവർ ഷെയറിംഗ് 2 ഡോർ പവർ വിൻഡോ വരുന്ന വാഹനമാണ്. സ്റ്റീരിയോ സെൻട്രലൊക്കെ ചെയ്തിട്ടുണ്ടോ വണ്ടിയിൽ? സ്റ്റീരിയോ ചെയ്തിട്ടുണ്ടല്ലേ എക്സ്ട്രാ? ഓക്കെ, എന്താ ഒരു നോർമൽ ഓട്ടത്തിൽ നിങ്ങൾക്കൊരു നല്ലൊരു നല്ലൊരു ഹാഷ് ബാക്ക് വാഹനം വേണമെന്നുണ്ടെങ്കിൽ പെട്രോൾ വണ്ടിയാണ്, വേറെ കാര്യമായ പണികളൊന്നും വരില്ല. ഒരു 17-19 റേഞ്ച് മൈലേജ് കിട്ടുമല്ലോ ഇനി? 18 കിലോമീറ്റർ എന്തായാലും മൈലേജ്. 18 കിലോമീറ്റർ കിട്ടുന്നത്. ഇതിൻ്റെ പ്രൈസിങ് കൂടെ ഒന്ന് പറഞ്ഞെടുക്കുക. ഇത് നമ്മൾ 1.5 1.5 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. 2012 ഇറ പ്ലസ് 1.5 ലക്ഷത്തിന് നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം. 1.5 ലക്ഷം അല്ല, അത് നെഗോഷ്യബിളായ വിലയാണ്. ലോണും മാക്സിമം കയറുമല്ലോ? ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. എനിക്ക് പേഴ്സണലി ഇപ്പോൾ അത്യാവശ്യം എൻക്വയറി വരുന്നൊരു വാഹനമാണ് അടുത്തത്. ആൾട്ടോ K10 ഓട്ടോമാറ്റിക് വാഹനമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻക്വയറി ഉണ്ടെന്ന്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് 2019 മോഡലാണ്. 35,000 കിലോമീറ്റർ ഓടിക്കുള്ളൂ. 35,000 അല്ലേ? എത്ര? തേർഡ് ഓണർഷിപ്പ്. തേർഡ് ഓണർഷിപ്പ്. ഓക്കെ, പ്രൈസിങ് ഞാനിപ്പോൾ ഇത് 395 3,95,000 രൂപയ്ക്ക് ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. AMT ഗിയർബോക്സ് വരുന്ന വാഹനമാണ്. 1 ലിറ്റർ റേഞ്ചിലാണ് വരിക. ഒരു എന്താ പറയുക, ഒരു 15-17 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് കിട്ടുന്നൊരു വാഹനമാണ്. ലോൺ എത്ര കയറുമില്ലേ? മാക്സിമം നമുക്ക് ലോൺ ചെയ്യാം. അത് കസ്റ്റമറുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 80% എന്തായാലും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് മാരുതി സുസുക്കിയുടെ എക്സ്പ്രസോ. ഇതും ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് 2020 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ്. 43,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഓക്കെ, 43,000 സിംഗിൾ ഓണർഷിപ്പ്. VXI അല്ല ഓപ്ഷൻ? VXI ഓട്ടോമാറ്റിക് AMT ഗിയർബോക്സ് വാഹനം തന്നെയാണ്. സെയിം നമ്മൾ നേരത്തെ പറഞ്ഞ K10 ആ ഒരു മൈലേജും കിട്ടും. ഒരു 16-18 റേഞ്ച് മൈലേജും കിട്ടും. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇപ്പോൾ എന്താ പറയുക, കുറച്ചൊരു ഹൈറ്റിലൊക്കെ ഇരുന്നൊരു ചെറിയ ബഡ്ജറ്റിലൊരു വാഹനം നിങ്ങൾക്ക് ഓടിക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയൊരു സെഗ്മെൻ്റ് ആണ്. ഇപ്പോൾ അത്യാവശ്യം നല്ലോണം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സെഗ്മെൻറ്റുമാണ് അല്ലേ? ഓക്കെ, ഇറങ്ങിയ കാലത്ത് പുച്ഛമായിരുന്നു, ഇപ്പോൾ നല്ലോണം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സെഗ്മെൻറ്റ്. അതെ, ആളുകൾക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയപ്പോൾ കുറച്ച് ഇറങ്ങാൻ തുടങ്ങി. ഇപ്പോൾ നല്ല രീതിയിൽ ഇറങ്ങുന്നുണ്ട്. ഇതിപ്പോൾ എങ്ങനെയാണ് ചോദ്യം? 4,55,000 രൂപ അല്ലേ? ഓക്കെ, 2021 അല്ലേ പറഞ്ഞത്? 20 മോഡൽ. സോറി, 2020 മോഡൽ VXI ഓട്ടോമാറ്റിക് എക്സ്പ്രസോ. അത്രയേ ഉള്ളൂ. ഇതൊരു മാക്സിമം ലോൺ കയറുള്ളൂ എന്തായാലും? മാക്സിമം. ഓക്കെ,
അപ്പോൾ ഇതെല്ലാം നമ്മളിപ്പോൾ പുറത്ത് കാണിച്ച വെഹിക്കിളെല്ലാം ഇൻസ്പെക്റ്റഡ് വെഹിക്കിളാണ്, വെറുതെ എടുത്ത് വിൽക്കുന്നതല്ല. ഇത്രയും ചെക്ക് പോയിൻറ്റ്സിൽ ഇൻസ്പെക്ട് ചെയ്ത് വെച്ച വെഹിക്കിളാണ് ഇവർ. ഹ്യുണ്ടായി പ്രോമിസ് ഇൻസ്പെക്ട് ചെയ്ത് വെച്ച വെഹിക്കിൾസാണ്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ഇനി കൂടുതൽ ഡീറ്റെയിൽ, അതേപോലെ തന്നെ ബാക്കി വേറെ സ്റ്റോക്കുകളുണ്ട്, അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിലും ഒക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും ഇവരുടെ നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട്, മറന്നുകൊണ്ടാണ്. പുറകിൽ കാണുന്ന പോലെ ഹ്യുണ്ടായി പ്രോമിസ് KVR ഹ്യുണ്ടായിയുടെയാണ്, കോഴിക്കോട് എരഞ്ഞിപ്പാലം, അതായത് താഴാട്ട് ബാബു ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് കറക്റ്റ് ലൊക്കേഷൻ അല്ലേ? ഓക്കെ, അത്രയേ ഉള്ളൂ. ബാക്കി ഡീറ്റെയിൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ആ കൊടുത്ത നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇനി നമുക്കിപ്പോൾ പുതിയ സ്റ്റോക്കൊക്കെ ഇങ്ങനെ കയറിക്കൊണ്ട് കിടക്കിടക്ക് തീർച്ചയായും നമുക്ക് എല്ലാ മാസങ്ങളിലും ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം. എല്ലാം ഇൻസ്പെക്റ്റഡ് വെഹിക്കിൾസാണ്, അതിൽ തന്നെ സർട്ടിഫൈഡ് വേറെ ഉണ്ട് അല്ലേ? ഓക്കെ, വളരെ നന്ദി, എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.